ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഐഫോണിൻ്റെ പ്രൈവസി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? എക്സാമ്പിൾ നിങ്ങൾ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കൂട്ടുകാരനെ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ ആരുടെയൊക്കെ ഏതെങ്കിലും കൂടെ കൊടുക്കുമ്പോഴോ കുറച്ച് ആപ്ലിക്കേഷൻ മാത്രം റെസ്ട്രിക്ട് ചെയ്തിട്ട് എങ്ങനെ കൊടുക്കാമെന്ന് നിങ്ങൾ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ? തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഐഫോണിനകത്തുള്ള ബൈ ഡിഫോൾട്ട് സെറ്റിംഗ്സ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ ഇനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒരു ആപ്ലിക്കേഷനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻസ് മാത്രമേ അതൊന്ന് ആക്സസ് ചെയ്യാം. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾക്ക് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള iOS ആൻഡ്രോയിഡ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈസ് സെറ്റിംഗ്സിൽ പോയിട്ട് ആക്സസിബിലിറ്റി ഓപ്ഷനിൽ താഴോട്ട് വന്നിട്ട് അസിസ്റ്റീവ് ആക്സസ് സെലക്ട് ചെയ്യുക. സെറ്റപ്പ് അസിസ്റ്റീവ് ആക്സസ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. വരുന്ന ഓപ്ഷനുകൾക്ക് എല്ലാം ഒന്ന് കണ്ടിന്യൂ കൊടുത്തു വിടുക. അപ്പിയറൻസ് സെക്ഷനിൽ വരുമ്പോൾ ഗ്രിഡും റോസും ഉണ്ട്. നിങ്ങൾക്ക് ഏതുകൊണ്ട് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഗ്രിഡ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ആപ്പ് സെക്ഷനിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് അസിസ്റ്റീവ് ആക്സസിൽ കാണിക്കണം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും നമുക്കിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ ആപ്ലിക്കേഷനും അതിൻ്റെയായിട്ടുള്ള സെറ്റിംഗ്സ് ഉണ്ട്. നമുക്കത് നോക്കിയിട്ട് ഇനേബിൾ ചെയ്യാം. എന്തൊക്കെ ആക്സസ് കൊടുക്കണം, എന്തൊക്കെ ആക്സസ് കൊടുക്കണ്ട എല്ലാം നമുക്കിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ട് ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്തിട്ട് താഴെ കിടന്ന കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഓപ്ഷനുകൾക്കെല്ലാം ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് പോകുക. അസിസ്റ്റീവ് ആക്സസിനോട് ഒരു പാസ്വേഡും കൊടുക്കുക. ഗൈസ്, ഇത് സ്ക്രീൻ ലോക്ക് അല്ല. അസിസ്റ്റീവ് ആക്സസ് അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പാസ്കോഡാണ്. ഇതെല്ലാം കഴിഞ്ഞ് സ്റ്റാർട്ട് യൂസിങ് അസിസ്റ്റീവ് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ പാസ്കോഡ് ചോദിക്കും. പാസ്കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ അകത്തോട്ട് കയറും. ഈ ഒരു റെസ്ട്രിക്റ്റഡ് മോഡിൽ ആർക്കും ആണെങ്കിലും നമ്മുടെ ഐഫോൺ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു റെസ്ട്രിക്റ്റഡ് മോഡിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പവർ ബട്ടൺ 3 ടൈംസ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മെനു ഓപ്പൺ ആയി വരും. എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അസിസ്റ്റീവ് ആക്സസിന്റെ പാസ്വേഡ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മോഡിനകത്തുനിന്ന് പുറത്ത് പോകും. എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വൺ ടൈം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇത് ഇനേബിൾ ചെയ്യാനായിട്ട് ആക്സസിബിലിറ്റി ഓപ്ഷനിൽ അസിസ്റ്റീവ് ആക്സസിൽ സ്റ്റാർട്ട് അസിസ്റ്റീവ് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മോഡ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആവും നമ്മുടെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ.